കേൾക്കുന്നില്ല, മ്യൂട്ടായിട്ടിരിക്കുകയാണെന്ന്. ഞാൻ ഫുൾ ടൈം സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും ബ്രേക്ക് വരുന്നു തോന്നുകയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. പദ്യത്തെക്കാൾ പഴക്കം ഗദ്യ സാഹിത്യത്തിന്, മലയാളത്തിന്റെ ഗദ്യ സാഹിത്യത്തിന് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അന്നത്തെ കാലത്തെ, പ്രാചീന കാലത്തെ ഭാഷയുടെ സ്വരൂപം എങ്ങനെയാണ്, ഭാഷ എങ്ങനെ ആയിരുന്നു, പ്രാചീന കാലത്തെ കേരളവുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പദ്യശാഖ പഠിച്ച സമയത്ത് ഈ ഉണ്ണിയാടി ചരിതവും അങ്ങനെയുള്ള മണിപ്രവാളമൊക്കെ പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഈ കൊല്ലം മേഖലകളിലൊക്കെ നിലനിന്നിരുന്ന വർത്തക സമൂഹം പറയും, കച്ചവട പ്രമാണികളെ കുറിച്ചും കച്ചവടം എങ്ങനെയായിരുന്നു, നാണയങ്ങൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പദ്യത്തിൽ മനസ്സിലാക്കാം. അന്നത്തെ കാലത്തെ പദ്യങ്ങളിൽ നിന്ന് നമുക്ക് അറിവ് ലഭിച്ചിരുന്നു എന്ന് നമുക്ക് അതിനൊരു ഉപാദാന സാമഗ്രിയായിട്ട് നമുക്ക് പദ്യങ്ങളെ ഗണിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഗദ്യശാഖയെയും അതുപോലെ അന്നത്തെ കാലത്തെ ചരിത്ര വസ്തുതകൾ എന്താണെന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഉപകരിക്കുന്നതാണ്. പദ്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് അതേപോലെ ഗദ്യങ്ങളെയും അന്നത്തെ കേരളത്തിന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അന്നത്തെ കാലത്തെ ഭാഷ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ്. ഈ പ്രാചീന കാലത്തെ ഗദ്യ സാഹിത്യത്തിലെ ഭാഷ എങ്ങനെയായിരുന്നു, അത് ഇന്നത്തെ ഗദ്യഭാഷയിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു, അന്നത്തെ വ്യാകരണ രൂപങ്ങൾ എങ്ങനെയായിരുന്നു, അന്നത്തെ കൃതികളെ എഴുതപ്പെട്ട മാതൃക എങ്ങനെയായിരുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ സാഹിത്യ പഠനം, എന്തിനാണ് പ്രാചീന കാലത്തെ ഗദ്യ സാഹിത്യം പഠിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പൊരുളാണ് ഇപ്പൊ പറഞ്ഞത്. അത് നമ്മൾ അന്നത്തെ കാലത്തെ കുറിച്ച് മനസ്സിലാക്കാനും അന്നത്തെ കാലത്തെ ഭാഷയെ കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് ഉപകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 9-ാം നൂറ്റാണ്ട് മുതലുള്ള ഭാഷയുടെ സ്വരൂപം, ഭാഷ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചിരുന്ന രേഖകൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ശിലാരേഖകളും ചെപ്പേടുകള്, ശാസനങ്ങള്, ഇതിന്നൊക്കെയാണ് നമുക്ക് അന്നത്തെ കാലത്തെ ഭാഷ നമുക്ക് നിർണ്ണയിക്കാനോ അല്ലെങ്കിൽ ഭാഷ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ പഠിതാക്കൾക്ക് മനസ്സിലാക്കാൻ. സ്ക്രീന് സ്ലൈഡ് കാണുന്നില്ല കേട്ടോ. സ്ലൈഡ് കാണുന്നില്ല. ഓക്കെ. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് ഓൺ ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തരികയാണ്. അന്നത്തെ ശാസനങ്ങളിൽ നിന്ന് നമുക്ക് അതൊക്കെ ശാസനങ്ങളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ശാസനങ്ങളുടെ ഭാഷ പരിശോധിച്ചു എന്ന് വെച്ചാൽ, ശാസനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉള്ളടക്കം പരിശോധിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിവുകൾ ലഭിക്കുന്നത് ഇത്തരം ശാസനങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ പ്രാചീന കാലത്തെ ഗദ്യ മാതൃകകൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊതുവെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശാസനങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് ശാസനങ്ങളും ശാസനങ്ങളിലെ ഉള്ളടക്കങ്ങളും കാര്യങ്ങളും, പിന്നെ ഭാഷാ കൗടില്യം, പിന്നെ അംബരീഷോപാഖ്യാനം, അങ്ങനെയുള്ള കുറച്ച് കൃതികളെ കുറിച്ചും, പിന്നീട് മിഷണറി ഗദ്യ സാഹിത്യത്തെ കുറിച്ച്, മിഷണറി ഗദ്യ സാഹിത്യം അതിലെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പിന്നെ പഠിക്കാൻ പറ്റും. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്താൻ പോകുന്നത് മാപ്പിളപ്പാട്ടുകളുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളും പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ശാസനങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ശാസനങ്ങൾ, 15 ശാസനങ്ങളെ കുറിച്ചാണ് പ്രധാനപ്പെട്ടായിട്ട് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് കണ്ടു കിട്ടിയിട്ടുള്ളതിലെ ആദ്യത്തെ ശാസനമായിട്ട്, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ജോയിൻ ചെയ്യാൻ ക്ലാസ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ക്ലാസ് തുടങ്ങാം. ഇനി അധികം ആരും ജോയിൻ ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ കണ്ടുകിട്ടിയ ശാസനം എന്ന് പറയുന്നത് വാഴപ്പള്ളി ശാസനമാണ്. AD 830 വാഴപ്പള്ളി ശാസനത്തിന്റെ കാലഗണനയായിട്ട് നമ്മൾ കരുതുന്നത് AD 830. അപ്പൊ മറ്റ് ശാസനങ്ങൾ, അപ്പൊ ശാസനം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. പണ്ട് കാലത്ത് ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് രാജാധികാര സ്ഥാനങ്ങളിലുള്ള ഭരണാധികാരികളും രാജാധികാര സ്ഥാനങ്ങളും ക്ഷേത്രങ്ങളിലും ഒക്കെയുള്ള ആൾക്കാര്, അന്നത്തെ നാടുവാഴി അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നല്ലോ. അപ്പൊ അന്നത്തെ കാലത്തെ ആൾക്കാര് സാധാരണ ജനങ്ങൾക്ക്
നാട്ടിലെ നിയമവ്യവസ്ഥകളും ചട്ടങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടിരുന്നതിനാണ് ശാസനങ്ങൾ എന്ന് പറയുന്നത്. ശാസനം, ചെപ്പേട് എന്നൊക്കെ പറയുന്നത്. ആദ്യത്തേത് വാഴപ്പള്ളി ശാസനമാണ്. നമശിവായ എന്ന് പറഞ്ഞിട്ടാണ് ഈ ശാസനം ആരംഭിക്കുന്നത്. മറ്റ് ശാസനങ്ങളിൽ നിന്ന് വാഴപ്പള്ളി ശാസനം വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നതും ഈ ഒരു കാര്യം കൊണ്ടാണ്. മറ്റു ശാസനങ്ങളൊക്കെ സ്വസ്തിശ്രീ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ വാഴപ്പള്ളി ശാസനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? നമശിവായ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമശിവായ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആകെ ഒറ്റ ശാസനമേ ഉള്ളൂ. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം വാഴപ്പള്ളി ശാസനമാണ്. ഓക്കെ, മറ്റു ശാസനങ്ങളൊക്കെ സ്വസ്തിശ്രീ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ രാജശേഖരവർമ്മന്റെ കാലത്താണ് വാഴപ്പള്ളി ശാസനം എഴുതപ്പെട്ടിട്ടുള്ളത്. കുലശേഖരുടേതായിട്ടാണ് ഇതിന് കരുതപ്പെടുന്നത്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശാസനമാണ്. പിന്നെ ഇതില് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോമൻ നഗരം ഉണ്ടല്ലോ, ആ നഗരവുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തെക്കുറിച്ച് ഈ വാഴപ്പള്ളി ശാസനം നമുക്ക് തെളിവുകൾ നൽകുന്നുണ്ട്. റോമുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ വാഴപ്പള്ളി ശാസനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ റോമിലെ പറയൂ. ഒരു ഡൗട്ട്, വാഴപ്പള്ളി ശാസനം കുലശേഖരരുടെ പറഞ്ഞില്ലേ, രാജശേഖരന്റെ അല്ലേ? രാജശേഖരന്റെ ആണ് കുലശേഖരരുടേത്. ചേര ചക്രവർത്തിയായ രാജശേഖരന്റെ 12ാം ഭരണവർഷത്തിലാണിത് പുറപ്പെടുവിച്ചത്. ഓക്കെ, ഹലോ. ഓക്കെ മാം. രാജശേഖരുടേതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനമാണ് രാജശേഖരുടെ ചേര ചക്രവർത്തിയായിട്ടുള്ള രാജശേഖരൻ അദ്ദേഹത്തിന്റെ 12ാം ഭരണവർഷത്തിലാണിത് പുറപ്പെടുവിച്ചത്. തിരുവാഞ്ചുവായ് ക്ഷേത്രത്തിലെ നിത്യബലി, ആ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങുകളെ കുറിച്ചൊക്കെ ഇതിൽ പരാമർശം ഉണ്ടാകും. ഏത് ചടങ്ങാണ്? നിത്യബലി മുടക്കുന്നവർക്ക് പെരുമാൾ 6 ദിനാർ പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ശാസനങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ ദീനാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാണയം, തീനാരം എന്നും ദിനാർ എന്നും ഒക്കെ അതിനെ കുറിച്ച് പല പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ മുട്ടാപ്പലി, അതൊരു ബലിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഗ്രന്ഥാക്ഷര ലിപിയിലാണ് ഈ ശാസനം രചിച്ചിരിക്കുന്നത്. പിന്നെ വട്ടെഴുത്തിന് തുടക്കം കുറിക്കുന്നത് ഈ വാഴപ്പള്ളി ശാസനത്തിൽ നിന്നാണ്. ഇത് വാഴപ്പള്ളി ശാസനം കണ്ടെടുക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ താഴ്മന ഇല്ലത്ത് നിന്നാണ് ഇത് കണ്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൽ വാഴപ്പള്ളി ശാസനം പ്രധാനമായിട്ട് പ്രത്യേകത എന്ന് പറയുന്നത് ദീനാരം എന്നുള്ള ആ നാണയം, റോമൻ നാണയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വാഴപ്പള്ളി ശാസനമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും. പിന്നെ ആദ്യത്തെ ശാസനം കണ്ടെടുത്ത ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശാസനം എന്നുള്ളതും നമശിവായ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതും ആണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അടുത്ത ശാസനമായിട്ട് ഇതാവുന്നത് തരിസാപ്പള്ളി ശാസനമാണ്. AD 849 ഇതിന്റെ കാലഘട്ടം. തരിസാപ്പള്ളി ശാസനത്തിന് കോട്ടയം ചെപ്പേട് എന്ന് പറഞ്ഞിട്ടും അറിയപ്പെടുന്നുണ്ട്. പിന്നെ തരിസാപ്പള്ളി ശാസനത്തിലെ ഏറ്റവും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കാലഘട്ടം നമുക്ക് ഇതിന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആദ്യത്തെ ശാസനം. ഇപ്പൊ വാഴപ്പള്ളി ശാസനം നമുക്ക് AD 835 എന്നും AD 830 അങ്ങനെ ഒരു 830 പുസ്തകങ്ങളിലും പല രീതിക്ക് പറയുന്നുണ്ടെങ്കിൽ തരിസാപ്പള്ളി ശാസനത്തിലെ കാലഘട്ടം കൃത്യമായിട്ട് അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് AD 849 എന്നുള്ളത് ആദ്യമായിട്ട് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസനമായിട്ട് നമുക്ക് കിട്ടുന്നത് തരിസാപ്പള്ളി ശാസനമാണ്. കോട്ടയം ചെപ്പേട് എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്ഥാനൂര് 5ാം ഭരണവർഷത്തില് കൊല്ലത്ത് തരിസാപ്പള്ളി പണിയാൻ വേണ്ടി, ഇത് പള്ളിയാണ്, അത് കൊല്ലത്ത് തരിസാപ്പള്ളി പണിയാൻ വേണ്ടി മാർസിപ്പർ ഈശോയ്ക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തരിസാപ്പള്ളി ശാസനത്തിന്റെ അല്ലെങ്കിൽ തരിസാപ്പള്ളി ചെപ്പേടിന്റെ ഒരു പ്രതിപാദ്യം എന്ന് പറയുന്നത്. കോട്ടയം വലിയ പള്ളിയിലാണിത് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഈ തരിസാപ്പള്ളി ചെപ്പേടില് അഞ്ചുവണ്ണം, മണിഗ്രാമം ഇങ്ങനെയുള്ള കച്ചവട സ്ഥാനങ്ങൾ ഉണ്ടല്ലോ, ആ കച്ചവട സ്ഥാനങ്ങളെ കുറിച്ചുള്ള പരാമർശം നൽകുന്നുണ്ട്. പിന്നെ കേരളത്തിൽ ഉണ്ടായിരുന്ന അടിമത്ത സമ്പ്രദായത്തെ കുറിച്ച് ഇതില് പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ കൊല്ലം നഗരത്തിന് അന്നത്തെ
കാലത്ത് വാണിജ്യ പുരോഗതി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തരിസാപ്പള്ളി ശാസനത്തെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതില് മേനിപ്പൊന്ന്, ഇരവ് ചോറ്, ഒലിപ്പൊന്ന്, കുടനാഴി അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഈ തരിസാപ്പള്ളി ശാസനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. പയ്യന്നൂർ പാട്ടിനെ കുറിച്ച് നമ്മൾ പാട്ട് സാഹിത്യം പഠിച്ചപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. പയ്യന്നൂർ പാട്ടിന്റെ പരാമർശം തരിസാപ്പള്ളി ശാസനത്തിൽ കാണാൻ പറ്റും. കേണൽ മെക്കാളയുടെ ശ്രമഫലത്തിലാണ് തരിസാപ്പള്ളി ശാസനം കണ്ടെടുക്കുന്നത്. അദ്ദേഹമാണ്, കേണൽ മെക്കാളയാണ് തരിസാപ്പള്ളി ശാസനം കണ്ടെടുക്കുന്നത്. മദ്രാസ് ജേണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസിലാണ് ഗുണ്ടർട്ടാണ് ഇതിനെക്കുറിച്ച് തരിസാപ്പള്ളി ശാസനത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, അടുത്തത് മാമ്പള്ളി ശാസനമാണ്. ഏറ്റവും പ്രാചീനമായ ശാസനം വാഴപ്പള്ളി ശാസനമാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് തീയതി രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ കാലഘട്ടം രേഖപ്പെടുത്തിയ ശാസനമായിട്ട് നമ്മൾ തരിസാപ്പള്ളി ചെപ്പേടിന് അല്ലെങ്കിൽ കോട്ടയം ചെപ്പേടിനും പേരുണ്ട്. ആ ശാസനത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മാമ്പള്ളി ശാസനത്തിന്റെ പ്രത്യേകത എന്താണ്? കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് മാമ്പള്ളി ശാസനം. AD 974 മാമ്പള്ളി ശാസനത്തിന്റെ കാലഘട്ടം. ഓക്കെ, ശ്രീവല്ലഭൻ കോതയാണ് ഈ മാമ്പള്ളി ശ്രീവല്ലഭൻ കോതയുടെയാണ് മാമ്പള്ളി ശാസനം. ഭാസ്കര രവി, ഇന്ദുഗോദവർമ്മ എന്നീ കുലശേഖരന്മാരുടെ കാലം കണ്ടെത്താൻ നമുക്ക് മാമ്പള്ളി ശാസനത്തിലൂടെ കഴിയുന്നുണ്ട്. കാരണം മാമ്പള്ളി ശാസനത്തിൽ കൊല്ലവർഷം രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ ഭാസ്കര രവിയുടെയും ഇന്ദുഗോദവർമ്മയുടെ എന്നുള്ള കുലശേഖര രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടം നമുക്ക് അതിന് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. കുറച്ച് ക്ഷേത്ര ഭരണ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മാമ്പള്ളി ശാസനത്തിന്റെ പ്രധാന പരാമർശങ്ങൾ എന്ന് പറയുന്നത്. ചിറ്റൂർ നടയുടെ ഭരണവ്യവസ്ഥകള്, അയിരൂർ ക്ഷേത്ര ഭരണവ്യവസ്ഥ, ചെങ്ങന്നൂർ ക്ഷേത്ര ഇതിനെ കുറിച്ചൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. അടുത്തത് പാലിയം ശാസനാണ്. അപ്പൊ മാമ്പള്ളി ശാസനത്തിന് ഏറ്റവും പറയുന്നത് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണെന്നാണ്. ശ്രീവല്ലഭൻ കോതയുടെയാണത്. പാലിയം ശാസനം ഈ ബീഹാർ നൽകുന്നതിനെ കുറിച്ചുള്ള ശാസനമാണ്. അതിനെക്കുറിച്ച് പറയുന്ന ശാസനമാണ് പാലിയം ശാസനം. AD 929 അതിന്റെ കാലഘട്ടമെന്നും AD 898 അതിന്റെ കാലഘട്ടമെന്നും വ്യത്യസ്ത പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇളംകുളവും ഗോപിനാഥ റാവുവാണ് AD 929 പാലിയം ശാസനം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ MGS പറയുന്നത് AD 898 അപ്പൊ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം പലരും പറയുന്നുണ്ട്. വിക്രമാദിത്യ വരഗുണനെ കേരള അശോകൻ എന്ന് വിളിച്ചത് MGS ആണ്. ചരിത്രകാരനായിട്ടുള്ള MGS ആണ്. അത് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഈ ശ്രീമൂലവാസം എന്ന് പറയുന്നത് അതിന് ബൗദ്ധവിഹാര കേന്ദ്രത്തിന് ഭൂമി ദാനം നൽകുകയാണ്. അപ്പോൾ ഈ അശോക ചക്രവർത്തിയും ഇതേ കാര്യമാണല്ലോ, ബുദ്ധമതത്തിനെ പ്രോത്സാഹിപ്പിച്ച ബുദ്ധഭിക്ഷുക്കൾക്ക് ഭൂമിയും മറ്റും ദാനം നൽകിയ വ്യക്തിയാണല്ലോ അശോകൻ. അപ്പോൾ വരഗുണൻ അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ അശോകന് തുല്യനാക്കിയതുകൊണ്ടാണ് കേരള അശോകൻ എന്ന് വിക്രമാദിത്യ വരഗുണനെ MGS അങ്ങനെ വിളിക്കുന്നത്. പരാന്തക ചോളന്റെ കേരളത്തിനെ പരാന്തക ചോളൻ ആക്രമിച്ചതിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് പാലിയൻ ശാസനത്തിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോ ബൗദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശ്രീമൂലവാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പാലിയൻ ശാസനം പരീക്ഷയ്ക്ക് ഓർക്കേണ്ടത്. അടുത്തത് ചോക്കൂർ ശാസനമാണ്. ചോക്കൂർ ശാസനം AD 932 അതിന്റെ കാലഘട്ടമായിട്ട് നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ചോക്കൂർ ശാസനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേവദാസി പരാമർശം നൽകിയിട്ടുള്ള ശാസനമാണ് ചോക്കൂർ ശാസനം. ഇത് എക്സാമിന് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ദേവദാസി പരാമർശം നൽകുന്ന ശാസനമാണ് ചോക്കൂർ ശാസനം. കോദാരവിയുടെ 15ാം ഭരണവർഷത്തെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ക്ഷേത്ര നർത്തകിയായ നങ്ങയെ പറ്റി ദേവദാസിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ക്ഷേത്ര നർത്തകിമാരായിട്ടാണല്ലോ ദേവദാസികള് അവതരിക്കുന്നത്. അപ്പോൾ ക്ഷേത്ര നർത്തകിയായിട്ടുള്ള നങ്ങയെ പറ്റി ചോക്കൂർ ശാസനത്തിൽ പരാമർശിക്കുന്നുണ്ട്.
മൈസൂർ പടയോട്ട കാലത്ത് പൂർണ്ണമായും തകർക്കപ്പെട്ട കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിലെ ചോക്കൂർ ശ്രീ രാമക്ഷേത്രത്തിൽ നിന്നാണ് ചോക്കൂർ ശാസനം ലഭിക്കുന്നത്. എവിടുന്നാണ്? പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് കോഴിക്കോട്ടിലെ ഓമശ്ശേരി പഞ്ചായത്തിലുള്ള ചോക്കൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നാണ് ചോക്കൂർ ശാസനം കണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്. ഇനി അടുത്ത ശാസനം മണലിക്കര ശാസനമാണ്. രവികേരളവർമ്മയുടെയാണ് മണലിക്കര ശാസനം. AD 1236 ഇതിന്റെ കാലഘട്ടം. കുടിയാന്മാരെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് മണലിക്കര ശാസനം എന്ന് പറയുന്നത്. കുടിയാന്മാര് എത്ര നികുതി കൊടുക്കണം, വിളവ് കുറഞ്ഞു എന്ന് വെച്ചാൽ ആ സമയത്ത് നികുതിക്ക് ഇളവ് നൽകാം എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കരാറ് വെക്കുന്ന വിധത്തിലുള്ള ഒരു ശാസനമാണ് മണലിക്കര ശാസനം. കുടിയാന്മാരെ കുറിച്ച് പറയുന്ന ശാസനമാണ് മണലിക്കര ശാസനം. മണലിക്കര ശാസനവുമായി ബന്ധപ്പെട്ട് വേറെന്തോ പറയാനില്ല, അത് വേറെ. അതേപോലെ പിന്നെ ഹജൂർ ശാസനാണ്. കലിവർഷ സൂചന, കലിവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള, കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് മാമ്പള്ളി ശാസനാണെന്ന് പറഞ്ഞു. കലിവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനാണ് ഹജൂർ ചെപ്പേട് അല്ലെങ്കിൽ ഹജൂർ ശാസനം. AD 866 ഹജൂർ ചെപ്പേടിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആയിരാജാവായിട്ടുള്ള കരുനന്ദടക്കനാണ് ഹജൂർ ശാസനത്തിന്റെ ആയിരാജാവായിട്ടുള്ള കരുനന്ദടക്കന്റെ കാലത്താണ് ഹജൂർ ശാസനം. പിന്നെ ഈ കാന്തളൂർ ശാല എന്ന് പറയുന്ന അന്നത്തെ പ്രാചീന കാലത്തെ വിദ്യാപീഠങ്ങൾ അല്ലെങ്കിൽ വിദ്യാശാലകളാണല്ലോ, അതിന്റെ മാതൃകയിൽ അതേപോലെ 95 വൈദിക വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ വേദപാഠശാല നിർമ്മിക്കുന്നതാണ് ഈ ഹജൂർ ശാസനത്തിന്റെ ഒരു പ്രതിപാദനം എന്ന് പറയുന്നത്. അതിനുള്ള ആ വേദപാഠശാല നിർമ്മിക്കാനുള്ള സ്ഥലം വാങ്ങിക്കുന്നത് മൂഞ്ചിറ സഭക്കാരിൽ നിന്നാണ് സ്ഥലം മേടിക്കുന്നത്. ഇതിനെ പാർത്ഥിവപുരം ഹജൂർ ശാസനം എന്നും വിളിക്കുന്നുണ്ട്. ഇതിന്റെ ഹജൂർ ശാസനത്തിന്റെ ഭാഷ തമിഴാണെന്നാണ് TA ഗോപിനാഥ റാവു എന്നുള്ള. അടുത്തത് ജൂതശാസനമാണ്. ജൂതശാസനത്തെ ജൂതപട്ടയം എന്നും വിളിക്കുന്നുണ്ട്. ജോസഫ് റബ്ബാനെ 72 അവകാശങ്ങളോടുകൂടിയ 5 വണ്ണ സ്ഥാനം, 5 വണ്ണം പറയുന്നത് ഈ കച്ചവട സ്ഥാനമാണ്. അപ്പൊ അവർക്ക് അത് കച്ചവടം ചെയ്യാനുള്ള ഒരു അവകാശം നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് 5 വണ്ണവും മണിഗ്രാമം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ 5 വണ്ണ സ്ഥാനം നൽകുന്നതാണ് ജൂതശാസനത്തിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ജോസഫ് റബ്ബാന് 72 അവകാശങ്ങൾ. അതാരാ നൽകുന്നത്? കുലശേഖര രാജാവ് ഭാസ്കരവർമ്മന്റെ കാലത്താണിത് ജൂതശാസനം രചിക്കപ്പെട്ടിരിക്കുന്നത്. മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിലാണ് ജൂതശാസനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. വേണാട്, ഏറനാട്, വള്ളുവനാട്, നെറുമ്പറയൂർ നാട് എന്നിവിടങ്ങളിലെ നാടുവാഴികളാണ് ഈ ജൂതശാസനത്തിന്റെ സാക്ഷികളായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ നാടുവാഴികളൊക്കെയാണ്. ഇവിടുത്തെ വേണാട്, ഏറനാട്, വള്ളുവനാട്, നെടുമ്പറയൂർ നാട്, ഈ നാട്ടിലേക്ക് നാടുവാഴികള് സാക്ഷികളായി നിന്നിട്ടാണ് ജോസഫ് റബ്ബാന് 5 വണ്ണം മണിഗ്രാമം എന്നുള്ള സ്ഥാനങ്ങൾ ഭാസ്കരവർമ്മൻ നൽകുന്നത്. അടുത്തത് തിരുവല്ല ശാസനമാണ്. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ശാസനമാണ് തിരുവല്ല ശാസനം. തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ ലിഖിതങ്ങളാണ് ഇതിലുള്ളത്. വട്ടെഴുത്ത് ലിപിയിലാണിത് രചിക്കപ്പെട്ടിരിക്കുന്നത്. മൂഴിക്കളം കച്ചം എന്നുള്ള, കച്ചം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്തെ പ്രാചീന കാലത്തെ നിയമവ്യവസ്ഥകളാണ്. എങ്ങനെയാണ് ജനങ്ങള് ക്ഷേത്രത്തിന് ഓരോ കാര്യങ്ങൾ ഓരോ ദാനങ്ങൾ നൽകേണ്ടത്, അതുമായി ബന്ധപ്പെട്ടതിനൊക്കെയാണ് കച്ചം എന്നൊക്കെ പറയാം. ഇന്നത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്ന പോലെ ചിട്ടകൾ അതൊക്കെ. അപ്പോൾ മൂഴിക്കളം കച്ചത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തിരുവല്ല ശാസനം. മലയാളത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്നാണ് തിരുവല്ല ശാസനത്തെ ഇളംകുളം വിശേഷിപ്പിക്കുന്നത്. അത്രയും ഒരു കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു ശാസനമാണ് നമുക്ക് കേരളത്തിൽ കണ്ടെത്തിയ വലിയ ശാസനം എന്ന് ഇളംകുളം ഇതിനെ പറയുന്നുണ്ട്. 33 ചെമ്പോലകളാണ് ഇതില് ഈ തിരുവല്ല ശാസനത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് ഇളംകുളം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വട്ടെഴുത്ത് ലിപിയിലാണ് രചിച്ചിരിക്കുന്നത്. ജൈനമതത്തെ കുറിച്ച് തിരുവല്ല ശാസനത്തിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഓണം, വിഷു, പഞ്ചവാദ്യം മുതലായിട്ടുള്ള പരാമർശങ്ങൾ തിരുവല്ല ശാസനത്തില്, ഓണം, വിഷു, പഞ്ചവാദ്യം മുതലായിട്ടുള്ള പരാമർശങ്ങൾ തിരുവല്ല ശാസനത്തിൽ ഉണ്ട്. അടുത്തത്
അവിട്ടത്തൂർ ശാസനമാണ്. കടങ്കാട്ടു കച്ചത്തെ കുറിച്ചുള്ള പരാമർശമാണ് അവിട്ടത്തൂർ ശാസനത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. കടങ്കാട്ടു കച്ചം, അങ്ങനെ ഒരു മൂഴിക്കളം കച്ചത്തെ കുറിച്ചുള്ള പരാമർശം തിരുവല്ല ശാസനത്തിലും കടങ്കാട്ടു കച്ചത്തെ കുറിച്ചുള്ള പരാമർശം അവിട്ടത്തൂർ ശാസനത്തിലുമാണ്. കുലശേഖര രാജാവ് കോദാരവിയുടെയാണ് അവിട്ടത്തൂർ ശാസനം. അടുത്തത് വീരരാഘവ പട്ടയമാണ്. വീരരാഘവ പട്ടയത്തിനെ സിറിയൻ ക്രിസ്ത്യൻ ചെപ്പേട് എന്നും അറിയപ്പെടുന്നുണ്ട്. വീരരാഘവ പട്ടയം സിറിയൻ ക്രിസ്ത്യൻ ശാസനം അല്ലെങ്കിൽ സിറിയൻ ക്രിസ്ത്യൻ ചെപ്പേട് എന്നറിയപ്പെടുന്നുണ്ട്. പന്നിയൂർ, ചോഗിരം ഗ്രാമങ്ങളെ കുറിച്ചുള്ള പരാമർശം വീരരാഘവ പട്ടയത്തിലുണ്ട്. AD 13-ാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇരവിക്കോതനാർ എന്ന ക്രിസ്ത്യൻ വ്യാപാരിക്ക് വിദേശ വ്യാപാരം ഉൾപ്പെടെയുള്ള കച്ചവട അവകാശങ്ങൾ നൽകുന്നതിനെ കുറിച്ചാണ് വീരരാഘവ പട്ടയത്തില് പ്രതിപാദിക്കുന്നത്. എന്താണ്? ഇരവിക്കോതനാർ എന്നുള്ള ക്രിസ്ത്യൻ വ്യാപാരിക്ക് വിദേശ വ്യാപാരം ഉൾപ്പെടെയുള്ള കച്ചവട അവകാശങ്ങൾ നൽകുന്നതാണ് വീരരാഘവ പട്ടയത്തിന്റെ പ്രത്യേകത. സിറിയൻ ക്രിസ്ത്യൻ ശാസനം എന്നത് അറിയപ്പെടുന്നു. വളഞ്ചി കപ്പൽ നിർമ്മാണശാലയെ കുറിച്ച് ഇതില് പരാമർശമുണ്ട്. വളഞ്ചിയത്തിലെ കപ്പൽ നിർമ്മാണശാലയെ കുറിച്ച് ഇതില് പരാമർശമുണ്ട്. അടുത്തത് തിരുവാലങ്ങാട്ട് ശാസനമാണ്. ദേവദാസികളെ ക്ഷേത്രത്തിലേക്ക് വിറ്റിരുന്ന പരാമർശം. അപ്പൊ ദേവദാസികളെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ചോക്കൂർ ശാസനമാണെങ്കിൽ ദേവദാസികളെ ക്ഷേത്രത്തിലേക്ക് വിറ്റിരുന്ന ക്ഷേത്രത്തിലേക്ക് വിൽക്കുന്നു അങ്ങനെയുള്ള ഒരു വസ്തുത നമുക്ക് ലഭിക്കുന്നത് തിരുവാലങ്ങാട്ട് ശാസനത്തിൽ നിന്നാണ്. തിരുവാലങ്ങാട്ട് ശാസനത്തില് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായ ഐതിഹ്യ കഥയെ കുറിച്ചുള്ള പ്രതിപാദനവും തിരുവാലങ്ങാട്ട് ശാസനത്തില് കാണാൻ പറ്റും. അടുത്തത് നെടുമ്പുറം തളിശാസനമാണ്. കോദരവിയുടെ ഭരണകാലത്താണ് നെടുമ്പുറം തളിശാസനം രചിക്കപ്പെട്ടിട്ടുള്ളത്. പാട്ടം, ഇന്ന് നമ്മള് ജന്മി കുടിയാൻ വ്യവസ്ഥയുണ്ടല്ലോ, കൃഷിയിടങ്ങളിലെ ജന്മി കുടിയാൻ വ്യവസ്ഥയില് ജന്മിമാരെ കുടിയാന്മാർക്ക് പാട്ടം, കൃഷിസ്ഥലങ്ങൾ പാട്ടത്തിന് നൽകില്ലേ, അങ്ങനെയുള്ള പാട്ടം എന്നുള്ള പദം ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത് നെടുമ്പുറം തളിശാസനത്തിലാണ്. കോദരവിയുടെ ഭരണകാലത്താണ്. നെടുമ്പുറം തളിശാസനത്തിലെ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകരെ നാട്ടുവന്നന്മാർ എന്നും അഭിനേതാക്കളെ കാന്തർപ്പികൾ എന്നുമാണ് ഈ വാക്കുകളിലൂടെയാണ്, ഈ പദങ്ങളിലൂടെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് മാടായിപ്പള്ളി ശാസനമാണ്. മാടായിപ്പള്ളി ശാസനം ഒരു അറബി ശാസനമാണ്. നമ്മള് കേരളത്തിലെ ഇസ്ലാം മതത്തിന്റെ ആവിർഭാവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയി ഇസ്ലാം മതം രൂപപ്പെട്ടതിനെ കുറിച്ചും കേരളത്തിൽ ഇസ്ലാം മതത്തിനെ പ്രോത്സാഹിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചേരമാൻ പെരുമാളെ കുറിച്ച് പഠിക്കും. അതൊരു ഐതിഹ്യ രൂപേണയാണ് പറയുന്നത്. അങ്ങനെയും കേരളത്തിൽ ഇസ്ലാം മതം വന്നതായിട്ട് പ്രചരിക്കാമെന്നുള്ള ഒരു സാധ്യത ചേരമാൻ പെരുമാളിന്റെ ഇസ്ലാം മത സ്വീകരണത്തെ അങ്ങനെയായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ മക്കയിൽ പോയ ചേരമാൻ പെരുമാളിന്റെ നിർദ്ദേശപ്രകാരം പണി കഴിച്ചൊരു പള്ളിയാണ് മാടായി പള്ളി. കണ്ണൂരിലെ മാടായിലെ ആണ് ഇങ്ങനെ ഒരു മുസ്ലിം പള്ളി സ്ഥാപിച്ചത് എന്ന് ഉള്ള ഒരു പ്രതിപാദം ആണ് മാടായിപ്പള്ളി ശാസനത്തിൻ്റെത്. AD 1124 മാടായിപ്പള്ളി ശാസനം രചിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അടുത്തത് രാമേശ്വരം ശാസനമാണ്. രാമേശ്വരം ശാസനത്തിൽ ഉള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാജാവിന്റെ മേലെ പോലും ബ്രാഹ്മണർക്കുള്ള ആ ഒരു അധികാരം അല്ലെങ്കിൽ മേൽക്കോയ്മയെ കുറിച്ച് പറയുന്ന ശാസനമാണ് രാമേശ്വരം ശാസനം പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള 2 ശാസനങ്ങൾ എന്ന് പറയുന്നത് AD 946 കണ്ടിയൂർ ശാസനവും 1184 തിരുവമ്പാടി ശാസനം എന്ന് പറയുന്നതാണ്. പിന്നെ കുറച്ചുകൂടി ഉണ്ട്. ഇതിലേക്ക് ശാസനങ്ങളുടെ ചോദ്യം പ്രധാനമായിട്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു കാലക്രമം കാലക്രമമല്ല, നമ്മൾ കാലക്രമത്തിൽ നമ്മൾ എഴുതാൻ കുറെ ശാസനങ്ങൾ പല ഓർഡറിൽ തന്നിട്ട് കൃത്യമായിട്ടുള്ള കാലഗണനയിൽ ക്രമപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ളൊരു ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വാഴപ്പള്ളി ശാസന ആണെങ്കിൽ രാജശേഖരൻ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പട്ടിക ക്രമപ്പെടുത്താൻ പറയുന്ന ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ശാസനങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ പ്രതിപാദന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പോയിന്റ്. ഇപ്പോ തീനാര, ഇപ്പൊ ഒരു പട്ടികയില് 2 കോളം തരും. ഒരു കോളത്തിൽ കുറെ ശാസനങ്ങളുടെ പേരും ഇപ്പുറത്ത് ഒരു നാണയത്തിന്റെ പേര്, സമ്പ്രദായം, അങ്ങനെ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട
ഓരോ ശാസനങ്ങളുടെ ഓരോ പോയിന്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ മാച്ച് ചെയ്യിക്കാനായിട്ടുള്ള മാച്ച് ദ പോലെ ചോദ്യം വരാറുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശാസനങ്ങൾ എന്ന് വരിക. അല്ലാതെ ഓരോ ശാസനങ്ങളെ കുറിച്ച് ഓരോരുത്തർ പിളങ്കുളവും എം.ജി.എസും പറഞ്ഞ അഭിപ്രായങ്ങൾ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ശാസനങ്ങളിൽ നിന്ന് വരിക. മാമ്പള്ളി ശാസനം തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പറഞ്ഞുതരാവേ. സ്വസ്തി ശ്രീ 1919 ആണ്ട് തുലാത്തുൾ വിയാഴനിന്റെ വിരച്ചിക ഞായിറ്റു എന്ന് തുടങ്ങുന്ന പ്രാചീന രേഖ. അത് മാമ്പള്ളി ശാസനമാണ്. അത് ശ്രദ്ധിക്കണം. സ്വസ്തിശ്രീ കൊല്ലം തോറ്റു. അപ്പൊ സ്വസ്തിശ്രീ എന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കണം ഓപ്ഷനിൽ വാഴപ്പള്ളി ഉണ്ടെങ്കിൽ വാഴപ്പള്ളി അല്ല. കാരണം വാഴപ്പള്ളി തുടങ്ങുന്നത് നമശിവായ എന്ന് പറഞ്ഞിട്ടാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വാഴപ്പള്ളി അല്ല എന്നുള്ളത് അത് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ബാക്കിയുള്ള എല്ലാ ശാസനങ്ങളും സ്വസ്തിശ്രീ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ അതിൽ അടുത്ത ഹിന്റ് എന്ന് പറയുന്നത് സ്വസ്തിശ്രീ കൊല്ലം തോന്റി 1919 ആണ്ട് തുലാത്തുൾ വിയാഴനിന്റെ വിരിച്ചിക ഞായിറ്റു. അപ്പോ അതിൽ കൃത്യമായിട്ട് കൊല്ലവർഷം പറയുന്നുണ്ട്. 1919 ആണ്ട് കൊല്ലവർഷം പരാമർശിക്കപ്പെടുന്ന ആദ്യത്തെ ശാസനം എന്ന് നമ്മൾ മാമ്പള്ളി ശാസനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അത് മാമ്പള്ളി ശാസനമാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട വരികളൊക്കെ ഞാൻ PYQ ആയിട്ട് ചോദ്യങ്ങൾ തരുമ്പോൾ ഇട്ട് തരാം. സ്വസ്തിശ്രീ കൊല്ലം തോന്നി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വരികളൊക്കെ. പിന്നെ മാമ്പള്ളി ശാസനത്തിലെ പനങ്കാവിൽ കൊട്ടാരത്തെ കുറിച്ച് ഉള്ള പരാമർശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ശാസനങ്ങളെ കുറിച്ച് വിശദമായിട്ട് പഠനം നടത്തിയ ചരിത്രകാരൻ MGS ആണ്. MGSന്റെ കൃതിയാണ് പെരുമാൾസ് ഓഫ് കേരള. പിന്നെ ജൂതശാസനത്തിലെ ഒരു 4 വരികൾ പറയാവേ. സ്വസ്തിശ്രീ കോന്മയി കൊണ്ടാൻ കോ ശ്രീ പാർക്കരൻ ഇരവിവന്മർ തിരുവടി പല നൂറായിരത്താണ്ടും ചെങ്കോൽ നടത്തിയാള നിന്റെ ആണ്ടുകൾ. ഇങ്ങനെയാണ് ജൂതശാസ്ത്രത്തിൽ. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട വരികൾ ഞാൻ ചോദ്യം ഇടുമ്പോൾ തരാം. ഓക്കെ. പിന്നെ ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ അല്ല രാമേശ്വരം ശാസനത്തെ കുറിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വായിക്കാം. കേരളത്തിലെ കുടിയാന്മാരുടെ അവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി കാണിച്ചിട്ടുള്ള കോട്ടുവായിര വേലക്കച്ച ശാസനം വടക്കുന്നാഥ ക്ഷേത്രത്തിലുള്ളതാണ്. AD 12-ാം നൂറ്റാണ്ടില്. അത്ര പ്രധാനപ്പെട്ട ചോദ്യമല്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ വരും. അഞ്ചുവണ്ണം മണിഗ്രാമം എന്നീ കച്ചവട കേന്ദ്രങ്ങളെ പരാമർശിക്കുന്ന ശാസനങ്ങൾ. ഒരു 4 കൃതി എന്നിട്ടതിൽ 3 എണ്ണം അങ്ങനത്തെ ഉണ്ടെന്ന് പറയുമ്പോൾ തരിസാപ്പള്ളി ശാസനം, ജൂതശാസനം, വീരരാഘവ പട്ടയം. ഈ 3 കൃതികളിലാണ് പ്രധാനം. തരിസാപ്പള്ളി ശാസനത്തിലും ജൂതശാസനത്തിലും വീരരാഘവ പട്ടയത്തിലുമാണ് 5 വണ്ണം മണിഗ്രാമം എന്നുള്ള കച്ചവട സ്ഥാനങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ശാസനം എന്ന് പറയുന്നത്. ഹജൂർ ശാസനത്തിന്റെ മറ്റൊരു പേരാണ് പാർത്ഥിവപുരം ചെപ്പേട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ വല്ലഭൻ ഗോതയാണ്. പിന്നെ അവിട്ടത്തൂർ ശാസനത്തിന്റെ പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് കടങ്കാട്ട് കച്ചാണ്. ആ ഒരു കച്ചത്തെ കുറിച്ച് പരാമർശിക്കുന്നതാണ് അവിട്ടത്തൂർ ശാസനം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശാസനങ്ങളുടെ പോയിന്റുകൾ. ഇനിയും കുറെ കൂടി ഉണ്ട്. ഓരോ ശാസനങ്ങളും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ശാസനങ്ങൾ കഴിഞ്ഞു വെച്ചാൽ പ്രാചീന ഗദ്യ മാതൃകകളുടെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് ഭാഷാകൗടില്യം പോലുള്ള കൃതികളെ കുറിച്ചും മറ്റുമൊക്കെ പറയേണ്ടതാണ്. പ്രാചീന കാലത്തെ മാതൃകകളിൽ പ്രധാനമായിട്ട് വരുന്നതാണ് അടുത്തത് ഭാഷാകൗടില്യം. പദ്യത്തിനെ പോലെ തന്നെ അല്ലെങ്കിൽ പദ്യത്തെക്കാൾ പഴക്കമുള്ള ഒന്നാണ് മലയാളത്തിലെ ഗദ്യ സാഹിത്യത്തിന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഈ ഭാഷാകൗടില്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളത്തില്
മലയാളത്തിലെ ശക്തിയും കാന്തിയും നിറഞ്ഞു ശോഭിക്കുന്ന ഒരു പ്രാചീന കൃതിയാണ് ഭാഷാകൗടില്യം. ക്രിസ്തുവിന് പിൻപ് 14-ാം ശതകത്തിന് മുൻപ് പദ്യത്തിലെ രാമചരിതം എങ്ങനെയാണോ, പദ്യ സാഹിത്യത്തിലെ രാമചരിതത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടോ അതേപോലെ തന്നെ ഗദ്യത്തില് അത്രത്തോളം പ്രസക്തി ലഭിച്ചിട്ടുള്ള ഒരു മഹനീയ കൃതിയാണ് ഭാഷാകൗടില്യം. അതിന് ഉള്ളൂർ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിന് പിൻപ് 14-ാം ശതകത്തിന് മുൻപ് പദ്യത്തിൽ രാമചരിതം പോലെ ഗദ്യത്തിൽ ലഭിച്ചിട്ടുള്ള മഹനീയ കൃതിയാണ് ഭാഷാകൗടില്യം എന്ന് ഉള്ളൂര് പറയുന്നുണ്ട്. എങ്ങനെയാണോ രാമചരിതത്തിന്റെ പദ്യ സാഹിത്യത്തിൽ പ്രാധാന്യം, അതേപോലെയാണ് മലയാളത്തിന്റെ പ്രാചീന ഗദ്യ സാഹിത്യത്തിൽ ഭാഷാകൗടില്യത്തിനുമുള്ള പ്രാധാന്യം. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിന് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാഖ്യാനമാണ് ഭാഷാകൗടില്യം. മലയാള ഭാഷാ വ്യാഖ്യാനമാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിന് ലഭിച്ചിട്ടുള്ള മലയാള ഭാഷാ വ്യാഖ്യാനമാണ് ഈ ഭാഷാകൗടില്യം എന്ന് പറയുന്നത്. പിന്നെ ഇതില് 15 അധികരണങ്ങളുള്ള അർത്ഥശാസ്ത്രത്തിലെ മൊത്തം 15 അധികരണം പറഞ്ഞാൽ അതിലെ അധ്യായങ്ങളെ അധികരണം എന്നാണ് വിളിക്കുന്നത്. 15 അധികരണങ്ങളുള്ള അർത്ഥശാസ്ത്രത്തിലെ 7 അധികരണങ്ങളുടെ ഭാഷാ വ്യാഖ്യാനം മാത്രമേ നമുക്ക് ഭാഷാകൗടില്യത്തിൽ കാണാൻ കഴിയുള്ളൂ. ഒരു 7 അധികരണങ്ങൾ മാത്രമേ ഭാഷാകൗടില്യത്തിൽ ഉള്ളൂ. പക്ഷെ ഇത്രത്തോളം വിസ്തരിച്ചിട്ടുള്ള വ്യാഖ്യാനം മറ്റേതു ഭാഷയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അർത്ഥശാസ്ത്രത്തിന് ഇത്രയും വിസ്തരിച്ചിട്ട് മലയാളത്തിലല്ലാതെ മറ്റേത് ഭാഷയിലും വ്യാഖ്യാനം ഉണ്ടായിട്ടില്ല. ഭാഷാകൗടില്യത്തിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള 7 അധികരണങ്ങളിൽ ആദ്യത്തെ 3 കേരള സർവകലാശാലയിലും പിന്നത്തെ 4 മദ്രാസ് സർവകലാശാലയിലുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഭാഷാകൗടില്യത്തിന്റെ പിന്നുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഋജുവും കാര്യമാത്ര പ്രസക്തവുമായിട്ടുള്ള ഭാഷയാണ് ഭാഷാകൗടില്യത്തിൽ നമുക്ക് മുഴുവൻ കാണാൻ കഴിയും. ഭാഷാകൗടില്യം ഉടനീളം നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ പറയുന്നുള്ളൂ. KN എഴുത്തച്ഛൻ ഭാഷാകൗടില്യത്തെ കുറിച്ച്, അതിന്റെ ഭാഷയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഭാഷാകൗടില്യകാരൻ പൂർണ്ണ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ മലയാളിയാണ്. സ്വഭാഷയിൽ നിന്ന് കാറ്റും വെളിച്ചവും ഭക്ഷണവും നേടിയ ഒരു പണ്ഡിതനെ അതെഴുതുവാൻ കഴിയൂ എന്ന് അതിലെ ഏതു ഭാഗവും തെളിയിക്കുന്നു എന്ന് KN എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അപ്പം ഭാഷാകൗടില്യം എന്നുള്ള കൗടില്യത്തിന്റെ വ്യാഖ്യാനം നിർവഹിച്ചിട്ടുള്ള ആള് മലയാള ഭാഷയുടെ, മാതൃഭാഷയുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു മലയാളിയാണ്. സ്വന്തം ഭാഷയെക്കുറിച്ച് അത്രത്തോളം ഒരു അവഗാഹം നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ അത് എഴുതാൻ കഴിയുള്ളൂ എന്ന് ഭാഷാകൗടില്യത്തിന്റെ ഏത് ഭാഗവും നമുക്ക് പരിശോധിച്ചാൽ അതിൽ നിന്ന് തെളിയുന്നു എന്നാണ് KN എഴുത്തച്ഛൻ ഭാഷാകൗടില്യത്തിന്റെ ഭാഷയെക്കുറിച്ചും അത് എഴുതിയ വ്യാഖ്യാതാവിനെ കുറിച്ചും പറയുന്നത്. അർത്ഥശാസ്ത്രത്തിന്റെ വ്യാഖ്യാനമാണെങ്കിലും കേരള സംസ്കാരത്തിന്റെ ചില മിന്നാട്ടങ്ങൾ ഭാഷാകൗടില്യത്തിൽ വന്നു പോയിട്ടുണ്ട് എന്ന് നടുവട്ടം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ അതായത് അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന മറ്റൊരു ഭാഷയിലുള്ള ഒരു കൃതിയുടെ വ്യാഖ്യാനമാണെന്നുണ്ടെങ്കിലും ഈ ഭാഷാകൗടില്യ സംസ്കാരത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നു. മുരജി പട്ടണം എന്ന 2-ാം നൂറ്റാണ്ടിൽ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മുരജി പട്ടണത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് എന്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? ഭാഷാകൗടില്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഓണപ്പുടവയെ കുറിച്ചുള്ള പരാമർശം ഭാഷാകൗടില്യത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ഭാഷാകൗടില്യത്തിന്റെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രത്യേകതകളുണ്ട്. ദീർഘവാക്യങ്ങൾ എഴുതുമ്പോൾ സമുച്ചയ വികല്പങ്ങളും കർത്തൃകർമ്മ ബന്ധങ്ങളും ഭാഷാകൗടില്യത്തിൽ തകിടം മറിയുന്നു എന്ന് നടുവട്ടം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. പിന്നെയും അതേപോലെ ഒരുപാട് സങ്കീർണ വാക്യങ്ങളുടെ രചനയിൽ ലാളിത്യം വീക്ഷിക്കാൻ ഭാഷാകൗടില്യകാരന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ ഭാഷാകൗടില്യത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് അംബരീഷോപാഖ്യാനാണ്. അപ്പോ ഇതൊരു പുരാണ കൃതിയെ പുരസ്കരിച്ചുകൊണ്ട് ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് അംബരീഷോപാഖ്യാനം. AD 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന അംബരീഷോപാഖ്യാനത്തിലെ കൃതിയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അംബരീഷ ചരിതമാണ്. ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കൃതിയാണ് അംബരീഷോപാഖ്യാനം. ഇതിന്റെ പ്രമേയം എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അയോധ്യയിലെ രാജാവായിട്ടുള്ള അംബരീഷൻ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം അനുസരിച്ചിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിച്ചു തുടങ്ങുകയും അങ്ങനെ അദ്ദേഹം വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം കേട്ട് അംബരീഷൻ
ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നതോടുകൂടി സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുമോന്ന് ഇന്ദ്രദേവൻ ഭയക്കുകയാണ്. അങ്ങനെ ഭയന്നിട്ട് ദുർവാസാവിനെ കൊണ്ട് അംബരീഷന്റെ വ്രതം മുടക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നു. ഇന്ദ്രൻ ദുർവാസാവിനെ അംബരീഷന്റെ വ്രതം മുടക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നു. അപ്പോ അങ്ങനെ വ്രതം മുടക്കാൻ വേണ്ടി ദുർവാസാവ് പോകുമ്പോൾ അതിനു മുമ്പ് അകത്തേക്ക് എഴുന്നള്ളണമെന്ന് അംബരീഷൻ മഹർഷിയോട് പറഞ്ഞപ്പോ ദുർവാസാവ് എന്തിനും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണല്ലോ. അങ്ങനെ ദേഷ്യപ്പെടുകയും മഹാരാജാവിനെ ശപിക്കുകയും ചെയ്യുന്നു. ഒരു മിനിറ്റ്. അങ്ങനെ ശപിക്കുകയും ചെയ്യുന്നു. അംബരീഷൻ മഹാവിഷ്ണുവിനെ അങ്ങനെ സ്മരിച്ചതോടുകൂടി ഒരു മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം പ്രത്യക്ഷപ്പെടുകയും അത് കണ്ടിട്ട് ദുർവാസാവ് വേഗം ശിവന്റെ അടുത്ത് രക്ഷ ലഭിക്കില്ല എന്ന് മനസ്സിലാകുന്നതോടുകൂടി വീണ്ടും മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ മഹാവിഷ്ണു അംബരീഷിനെ തന്നെ സമീപിച്ച് ചെയ്ത തെറ്റിന് ക്ഷമ യാചിക്കാൻ പറയുകയും അങ്ങനെ ദുർവാസാവ് ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രമേയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏകാദശി വ്രതത്തെ കുറിച്ച് അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇതിലെ കൃതി എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലളിതവും പ്രസന്നവുമായിട്ടുള്ള ഭാഷയാണ് ഇതിലേത്. അലങ്കാരത്തിന്റെ ആർഭാടങ്ങളൊന്നുമില്ലാതെ ചെറിയ വാചകങ്ങളിൽ കഥ വളരെ ലളിതമായിട്ട് വളരെ സരസമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഭാഷയും ഇതിൽ ഉപയോഗിച്ച് കാണാം. പിന്നെ ആധുനിക മലയാള ഗദ്യത്തോട് പല കാര്യങ്ങളിലും സാദൃശ്യം പുലർത്തുന്ന ഒരു ഗദ്യശൈലിയാണ്. ഇന്നത്തെ കാലത്തെ മലയാള ഗദ്യവുമായിട്ട് പല സിമിലാരിറ്റീസും അംബരീഷോപാഖ്യാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെന്താ അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളത്തിലെ ഇന്നത്തെ അക്ഷരമാലയുടെ സമ്പൂർണ്ണ രൂപം ഇതിൽ കാണാൻ പറ്റും. മലയാളത്തിൽ ഇന്ന് നിലവിലുള്ള ചില വർണ്ണ പരിവർത്തനങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് ഒരു കരൾ എന്നുള്ളതിനെ കരുൾ എന്നും പെരുമാറി എന്നുള്ളതിനെ പരുമാറി അങ്ങനെയുള്ള ഒരു വർണ്ണത്തിലുള്ള ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ അക്ഷരമാലയുടെ സമ്പൂർണ്ണ രൂപം അംബരീഷോപാഖ്യാനത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. പിന്നെ നമ്പ്യാൻ തമിഴിന് മറ്റൊരു ഉദാഹരണമാണ് അംബരീഷോപാഖ്യാനം. അപ്പൊ നമ്പ്യാൻ തമിഴ് എന്താണെന്നുള്ളത് നെറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്പ്യാൻ തമിഴ് എന്ന് പറഞ്ഞാൽ സാധാരണ കൂത്ത് നടക്കുന്ന സമയങ്ങളിൽ കൂത്ത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കാതെ കൂടുതലായിട്ടും മലയാളത്തിലെ ക്രിയാപദങ്ങളും ഉപയോഗിച്ച് വിഭക്തി പോലുള്ള വ്യാകരണ രൂപങ്ങളെ ഒഴിവാക്കി പ്രധാനമായിട്ടും മലയാളത്തിൽ തമിഴ് പറയുക, നമ്പ്യാൻ തമിഴ് പറയുക എന്നുള്ളത് തന്നെ മലയാളത്തിൽ പറയുക എന്നതാണ്. കൂടുതലായിട്ടും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗമാണ് നമ്പ്യാൻ തമിഴ്. അപ്പൊ അങ്ങനെ നമ്പ്യാൻ തമിഴിന് ഒരു ഉദാഹരണമാണ് അംബരീഷോപാഖ്യാനം. അടുത്ത കൃതി എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡ പുരാണാണ്. 18 മഹാപുരാണങ്ങളുടെ പരമ്പരയിൽ അവസാനത്തെ പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം. 18 മഹാപുരാണങ്ങളുടെ പരമ്പരയിൽ അവസാനത്തെ പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം പറയുന്നത്. ആദ്യകാല മലയാള ഗദ്യകൃതികളുടെ കൂട്ടത്തിൽ സാഹിത്യപ്രധാനമായിട്ടുള്ള കൃതി എന്ന നിലയിലും പുരാണ കഥയുടെ ഭാഷാഗ്രഹം എന്ന നിലയിലും ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യത്തിന് സുപ്രധാനമായ സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മലയാള പ്രാചീന ഗദ്യ സാഹിത്യത്തില് എങ്ങനെയാണ് ബ്രഹ്മാണ്ഡ പുരാണം സവിശേഷ സ്ഥാനം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗദ്യകൃതികളിൽ ഒരു പ്രധാനപ്പെട്ട സാഹിത്യപ്രധാനമായിട്ടുള്ള കൃതി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഒരു പുരാണ കഥയെ വളരെ ചുരുക്കി സംക്ഷേപിച്ച് പറയുന്നു എന്നുള്ള കാര്യത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിന് പ്രത്യേകതയുണ്ട്. 14-ാം നൂറ്റാണ്ടായിട്ടാണ് അതിന്റെ കാലഘട്ടം കണക്കാക്കുന്നത്. 4 പാദങ്ങളായിട്ടാണ് ബ്രഹ്മാണ്ഡ പുരാണം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഉപോത്പാദ പാദം, പ്രക്രിയ, 4 പാദങ്ങളാണ് ബ്രഹ്മാണ്ഡ പുരാണം എന്നുള്ള കഥയുടെ പുരാണത്തിന് 4 പാദങ്ങളാണ്. ഉപോത്പാദം, പ്രക്രിയാപാദം, അനുഷംഗപാദം, ഉപസംഹാരപാദം. ഇതിലെ ഉപോത്പാദ പാദത്തിൽ വരുന്ന 21-ാം അധ്യായത്തിലെ ചില കഥാഭാഗങ്ങൾ മാത്രമാണ് ബ്രഹ്മാണ്ഡ പുരാണം എന്നുള്ള ഗദ്യകൃതിക്ക് വിഷയമായിരിക്കുന്നത്. അപ്പൊ പുരാണത്തിലാണ് 4 പാദങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മള് രാമായണത്തില് ഇത്ര കാണ്ഡങ്ങള്, മഹാഭാരതത്തില് ഇത്ര പടലങ്ങൾ എന്ന് പറയില്ലേ, അതേപോലെ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉള്ള 4 പാദങ്ങൾ ഈ 4 ഉപോത്പാദ പാദവും പ്രക്രിയാപാദവും അനുഷംഗാപാദവും ഉപസംഹാരപാദവും. ഇതിനെ ഗദ്യകൃതിയായിട്ട് ഇതിനെ ആ പുരാണത്തിന് പുരസ്കരിച്ച് എഴുതിയ ബ്രഹ്മാണ്ഡ പുരാണം എന്നുള്ള കൃതിയില് ഉപോത്പാദ പാദത്തിലെ 21-ാം അധ്യായത്തിലെ ചില കഥാഭാഗങ്ങൾ മാത്രമാണ് വരുന്നത്.
ഒരു സാഹിത്യകൃതി എന്നതിനേക്കാൾ ഉപരി ഭാഷ, ഇവിടുത്തെ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ മലയാള ഗദ്യത്തിലെ ഭാഷ എങ്ങനെ വികസിക്കുന്നു, അതിന്റെ വികാസ പരിണാമങ്ങൾക്ക് തെളിവായി സാഹിത്യത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. പിന്നെ ഇതില് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറുതെ കഥ പറഞ്ഞു പോവുക എന്നുള്ളതിൽ കവിഞ്ഞ് സുന്ദര പദങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതിപാദനം രസകരമാക്കാൻ ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഗ്രന്ഥകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ആലങ്കാരികമായിട്ടുള്ള ഭാഷാ ശൈലിയും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്നത്തെ മലയാളത്തിൽ പ്രയോഗത്തിലില്ലാത്ത പല പദങ്ങളും പ്രയോഗങ്ങളും രൂപങ്ങളും വർണ്ണവികാരങ്ങളും സന്ധിയും ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യത്തിലുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ രണ്ട് എന്നുള്ളതിനെ അവര് ഇരണ്ട് എന്നാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണാൻ കഴിയുക. രാജാവ് എന്നുള്ളതിനെ ഇരാജാവ് എന്നൊക്കെയാണ് കാണാൻ കഴിയുക. പിന്നെ നമ്മള് ഒരു കർത്താവിന് മുൻപ് ക്രിയ ഉപയോഗിക്കുന്ന ഒരു ശൈലി നമ്മുടെ നിലവിലെ മലയാള ഗദ്യത്തില് അങ്ങനെ കണ്ട അങ്ങോട്ടില്ല. നമ്മൾ കൂടുതലും ഇപ്പോ അഭിറാം നടന്നു എന്നാണ് നമ്മൾ പറയുക. നടന്നു അഭിറാം, അങ്ങനെ നമ്മൾ വളരെ ചുരുക്കം ചില സമയങ്ങളിൽ നമ്മളത് പറയുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള അങ്ങനെ കർത്താവിന് മുൻപ് തന്നെ ക്രിയ പ്രയോഗിക്കുന്ന ഒരു ശൈലി നമുക്ക് ഇതിൽ കാണാൻ കഴിയും, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കഴിയാൻ പറ്റും. ഉദാഹരണത്തിന് പോകത്തുടങ്ങിനാൽ ഉർവശി, ചൊല്ലിത്തുടങ്ങിനാൽ പുരുരാവാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് ഇതിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ സമുച്ചയ നിപാതം ചേർക്കാതെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ സമുച്ചയ നിപാതം നമ്മൾ വ്യാകരണത്തിൽ പഠിക്കും. ഊണും ഉറക്കവും, അങ്ങനെ എന്നുള്ളതാണ് സമുച്ചയ നിപാതം എന്ന് പറയുന്നത്. അത് ചേർക്കാതെയുള്ള പ്രയോഗങ്ങൾ ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഉറക്കം ഒഴിഞ്ഞ്, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ. അപ്പൊ നമ്മള് ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിലെയും ഭാഷാ കൗടില്യത്തിന്റെയൊക്കെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു കൃതി അല്ലെങ്കിൽ ഇത്രയും പ്രാചീനമായിട്ടുള്ള കൃതികളിൽ ഓരോ വരികളും നമുക്ക് നെറ്റ് എക്സാമിന് വായിച്ചിട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഷാ സവിശേഷതകളെങ്കിലും നോക്കി പോകുമ്പോൾ അതിലെ വരികൾ നമുക്ക് വരികളായിട്ട് എക്സാമിന് ചോദിച്ചു എന്ന് വെച്ചാൽ ഈ സവിശേഷതയെ മുൻനിർത്തി നമുക്ക് ആ വരികളെ വായിച്ചെടുത്ത് നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഷാ സവിശേഷതയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ വരി ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് നമുക്കത് ടിക്ക് ചെയ്യാം. നിലവിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഗസ് ചെയ്ത് എഴുതിയാൽ അത് ശരിയായി നമുക്ക് 2 മാർക്ക് കിട്ടുന്നു. ഭാഷാ സവിശേഷത പഠിച്ചാൽ കിട്ടുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത്. പിന്നെ വിഭക്തി പ്രത്യയങ്ങള്, ക്രിയാരൂപങ്ങൾ, ഇതിലൊക്കെ പ്രാചീനത നിലനിർത്താൻ ബ്രഹ്മാണ്ഡ പുരാണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് തമിഴ് പ്രഭാവം എന്ന് പറയാവുന്ന അംശം തീർത്തും ഉപേക്ഷിച്ച് സംസ്കൃത ഭ്രമം കയറി മറിയാതെ പ്രസന്നമായ ഒരു അതിൻ്റെതായിട്ടില്ല തമിഴും മലയാളത്തിനെയും മുഴുവനായിട്ടും ഒന്നുകിൽ തമിഴ് അല്ലെങ്കിൽ മലയാളത്തിന് ഏതെങ്കിലും ഒന്ന് മുഴുവനായിട്ടും സ്വാംശീകരിക്കാതെ അതിനെ രണ്ടിനെയും വേണ്ട വിധത്തിലും ഉൾക്കൊള്ളിച്ചും വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് ഒരു സ്വന്തമായിട്ടുള്ള മലയാളത്തിന്റെ ഗദ്യ ശൈലി പിറവിയെടുത്തു എന്നുള്ളൊരു തെളിവാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഗദ്യ ശൈലി എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള 3 പുരാണ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണമായിട്ടുള്ള 3 കൗടില്യം, അംബരീഷോപാഖ്യാനം, ബ്രഹ്മാണ്ഡ പുരാണം പോലുള്ള കൃതികൾ. ഇനി അടുത്തതാണ് മിഷണറി ഗദ്യം. മിഷണറി ഗദ്യം കുറെ കൂടെ ഒരു വളരെ പ്രാചീനതയിലേക്ക് പോവാതെ കുറച്ചുകൂടി ഇന്നത്തെ ആധുനിക ഗദ്യത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ഭാഷാ ശൈലിയും കാര്യങ്ങളാണ് മിഷണറി ഗദ്യത്തിൻ്റെത്. ഗദ്യ സാഹിത്യം എങ്ങനെയാണ് ആധുനിക ഗദ്യ സാഹിത്യത്തിലേക്ക് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഗദ്യ സാഹിത്യത്തിലേക്ക് വികാസം പ്രാപിക്കാൻ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ മിഷണറി ഗദ്യത്തിന്റെ ശൈലിക്കാണ്. മിഷണറിമാരുടെ ഇടപെടലുകൾ, അവരുടെ അച്ചടി, പത്രമാസികകള്, അച്ചടിശാലകള്, പുസ്തക പ്രസിദ്ധീകരണങ്ങൾ മുതലായിട്ടുള്ളവയിലൂടെയൊക്കെയാണ് മലയാളത്തിന്റെ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഗദ്യ സാഹിത്യം ഇത്രത്തോളം വളരാൻ ഇടവരുത്തിയത്. അവരുടെ മിഷണറിമാരുടെ ഇത്തരത്തിലുള്ള അച്ചടിശാല, പത്രം, മാസികകൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ മുതലായവയിലൂടെയുള്ള ഒരു പ്രവർത്തനങ്ങളിലൂടെയാണ്. മിഷണറിമാർ ഉപയോഗിച്ചിട്ടുള്ള മലയാള ഗദ്യത്തെയാണ് മിഷണറി ഗദ്യം എന്ന് പൊതുവെ പറയുന്നത്. അതൊരു മലയാള ഗദ്യ ചരിത്രത്തിലെ ഒരു നിശ്ചിത കാലഘട്ടം, മിഷണറിമാര് വന്നുപോയി അവരുടെ ഇവിടുത്തെ പ്രവർത്തന കാലഘട്ടത്തിൽ ഉണ്ടായ കൃതികളെയൊക്കെയാണ് മിഷണറി ഗദ്യം എന്ന് പറയുന്നത്.
പോർച്ചുഗീസുകാരുടെ കാലം മുതൽ പാശ്ചാത്യ മിഷണറി സമ്പർക്കം കൊണ്ട് മലയാളത്തിൽ രൂപപ്പെട്ട മിഷണറി ഗദ്യം വ്യത്യസ്ത മുഖങ്ങളും വ്യത്യസ്ത ഘട്ടങ്ങളുള്ളതാണ്. അപ്പോൾ ഓരോ മിഷണറിമാർക്കും അവരുടേതായിട്ടുള്ള ശൈലികളും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം മിഷണറിമാർക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ മിഷണറിമാർക്കും ഒരേ ലക്ഷ്യമാണ്. ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ മിഷണറിമാരുടെയും പൊതുവായിട്ടുള്ള ലക്ഷ്യം. അതിൽ അവർക്കൊരു ഐക്യമുണ്ടെങ്കിലും അവരുടെ സംസ്കാരം, ഭാഷ, അവർക്ക് ഭാഷയിലുള്ള അവഗാഹം, സാഹിത്യം, പൊതുവിജ്ഞാനം, സാമൂഹിക ആദർശം, ഇതിലൊക്കെ മിഷണറിമാർ തമ്മിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു. അവർക്ക് ആദ്യം മതപ്രചരണം എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു ഐക്യം. ബാക്കിയുള്ള ഓരോ മിഷണറിമാർക്കും അവരുടേതായിട്ടുള്ള പാണ്ഡിത്യത്തില് വ്യത്യസ്തത ഉണ്ടായിരുന്നതുകൊണ്ട് അവർ രചിച്ച കൃതികളിലും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ രചിച്ച ശൈലിയിലും വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ക്രിസ്തുമത പ്രചരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള രചനകളാണ് മിഷണറി ഗദ്യങ്ങള്. പിന്നെ രണ്ട് തരത്തിലുള്ള മിഷണറിമാർ ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടുപുരോഹിതന്മാരും ഉണ്ടായിരുന്നു, വൈദേശിക പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. നാട്ടുപുരോഹിതന്മാരെയാണ് കത്തനാർ എന്ന് പുരോഹിതരെയാണ് എന്ന് വിളിക്കുന്നത്. ഗുണ്ടട്ട്, ഹെർമൻ ഗുണ്ടട്ട്, പിയാനിയോസ് പാതിരി, ബെഞ്ചമിൻ ബെയ്ലി, ഇവരൊക്കെ വൈദേശികരായിട്ടുള്ള പാതിരിമാരാണെങ്കിൽ കരിയാറ്റിൽ മൽപ്പാൻ, പാറമേക്കൽ തോമ കത്തനാര്, ജോർജ് മാർട്ടൻ മുതലായിട്ടുള്ള മിഷണറിമാരൊക്കെ നമ്മുടെ നാട്ടിലെ തന്നെയുള്ള മിഷണറിമാരായിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ ഭാഷാപരിചയവും ലോകബോധവും സാമൂഹിക അനുഭവങ്ങളും ജീവിത ലക്ഷ്യങ്ങളും ഒക്കെ പലതരത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഇവരുടെ കൃതിയിലും അതിന്റെ വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവരൊക്കെ മലയാളത്തിൽ ഗദ്യത്തിലാണല്ലോ കൂടുതലായിട്ടും കൃതികൾ രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഗദ്യരചനയിൽ അവരെല്ലാം പ്രയോജനപ്പെടുത്തിയത് എന്താണ്? മലയാള ഭാഷയുടെ പലതരം സാധ്യതകളെ അവര് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ നമ്മളുടെ മലയാള ഭാഷയില് കർമ്മണി പ്രയോഗം അത്ര കണ്ട് ഇല്ല. കർത്തരി പ്രയോഗത്തിനാണ് മലയാള ഭാഷ കുറച്ചുകൂടി മുൻതൂക്കം നൽകുന്നത്. പക്ഷേ വൈദേശികമായുള്ള പാശ്ചാത്യ മാതൃകയിലുള്ള കർമ്മണി പ്രയോഗങ്ങളെ കൊണ്ടുവരാൻ മിഷണറി സാഹിത്യത്തിന് അല്ലെങ്കിൽ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മിഷണറി കാലഘട്ടത്തിലെ സാഹിത്യ രചനകൾ നോക്കി വെച്ചാൽ അതിൽ കർമ്മണി പ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നതാണ്. പിന്നെ വാമൊഴിക്ക് അടുത്ത് നിൽക്കുന്ന വരമൊഴിയില് വാമൊഴി ഭാഷയിലെ വാക്യങ്ങളെയും പദങ്ങളെയും ശൈലികളെയും ഉൾക്കൊള്ളിച്ചാണ് പണ്ഡിതന്മാര് മാറ്റി നിർത്തിയിട്ടില്ല. വാമൊഴിയെ വേണ്ട എന്ന് പറഞ്ഞ് വരമൊഴിയിലേക്ക് അതുവരെ കടത്തി നിർത്താണ്ടിരുന്ന ഒരു വരേണ്യ ഭാഷാ സങ്കല്പത്തെ മിഷണറിമാര് തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അവര് കുറെ കൂടി വാമൊഴിയായിട്ടുള്ള രൂപങ്ങളെയും എഴുതുന്ന കൃതികളിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്കറിയ സക്കറിയ പറയുന്ന ഒരു കാര്യമുണ്ട്. മിഷണറി ഗദ്യത്തിൽ വൈദേശിക ചുവയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ മിഷണറി ഗദ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വിദേശത്തുനിന്ന് കടമെടുത്തതാണ്. അതിൽ മലയാളത്തിന്റെ ഒന്നുമില്ല, അതിൽ വൈദേശിക ചുവയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതോടുകൂടി മിഷണറി ഗദ്യത്തെ അങ്ങനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നവര് ഏതാനും മരങ്ങൾ കണ്ടിട്ട് കാട് കാണാതെ പിൻവാങ്ങുന്നവരാണ് എന്നാണ് മിഷണറി ഗദ്യത്തെ കുറിച്ച് പറയുന്നത്. ഓരോ മിഷണറി ഗദ്യകൃതിക്കും വൈദേശിക ചുവയല്ല, നാടോടി ചുവയാണ്. ഗ്രാമ്യം എന്ന് പോലും മുദ്ദിക്കുന്ന തരത്തിലുള്ള നാടോടി ചുവ ഇത് വല്ലാത്ത പോരായ്മയായിട്ടാണ് ഒരു കാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാണ് സ്കറിയ സക്കറിയ പറയുന്നത്. അപ്പോ മുഴുവനായിട്ടും മിഷണറി ഗദ്യത്തിലെ മുഴുവൻ പ്രതിപാദ്യവും അല്ലെങ്കിൽ മുഴുവൻ ഭാഷാ രീതിയും വിദേശത്തിൻ്റെതാണ് എന്നൊരു അങ്ങനെയല്ല, അതിന് ഇവിടത്തേതിന്റെ കേരളീയമായിട്ടുള്ള ഒരു ഭൂമിക അതിൽ കണ്ടെത്താൻ നമുക്ക് കഴിയും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ മിഷണറി ഗദ്യവുമായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് കൃതികളുണ്ട്. ഉദയംപേരൂർ സുനഹദോസ്, സംക്ഷേപ വേദാർത്ഥം, കോർത്തുസ് മലബാർക്കസ്, അങ്ങനെ പ്രധാനപ്പെട്ട കുറെ കൃതികളുണ്ട്. അപ്പൊ ഉദയംപേരൂർ സുനഹദോസ് എന്ന് പറയുന്നത് 1599 ഉദയംപേരൂർ പള്ളിയിൽ വെച്ചിട്ട് ഒരു സമ്മേളനം കൂടുകയും ആ മതസമ്മേളനത്തിൽ ഒരു ക്രൈസ്തവ മതത്തിന്റെ സമ്മേളനത്തില് ഉണ്ടായ യോഗങ്ങളെയൊക്കെ ഒരു പുസ്തക രൂപത്തിൽ അവിടെ ആ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള ചട്ടങ്ങളെ നിയമങ്ങളെ ഒരു ആക്കിയതുമാണ് ഉദയംപേരൂർ സുനഹദോസ് എന്ന് പറയുന്നത്. കാനോനുകളായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് അവിടെ ആ
മതസമ്മേളനത്തിൽ കൂടിയെടുത്ത തീരുമാനങ്ങളെ കാനോനകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ് റോസിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു സമ്മേളനം കൂടുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാനോന നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാനോന നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത് ഫ്രാൻസിസ് റോസിന്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ടാണ് ഈ ഉദയംപേരൂർ സുന്നഹദോസിനെ റോസിന്റെ നിയമാവലികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ഉദയംപേരൂർ സുന്നഹദോസിൽ കൂടിയെടുത്ത തീരുമാനങ്ങൾ എഴുതി അതിനെ ഔദ്യോഗികമായിട്ട് തർജ്ജമ ചെയ്തിട്ടുള്ളത് പള്ളുരുത്തി പള്ളിയിലെ യാക്കോബ് കത്തനാരായിരുന്നു. അപ്പൊ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു, ഇവിടുത്തെ മലയാളികളായിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു അത് എഴുതും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഫ്രാൻസിസ് റോസ് എന്നുള്ള ഒരു വിദേശ ഭാഷാ മലയാള ഭാഷാ പണ്ഡിതനാണ്, ഒരു വിദേശീയനായിട്ട് ആളായിരുന്ന ഫ്രാൻസിസ് റോസ് ആണ് അതിന് നേതൃത്വം നൽകിയത്. പള്ളുരുത്തി പള്ളിയിലെ യാക്കോബ് കത്തനാരായിരുന്നു സുന്നഹദോസിന്റെ ഔദ്യോഗിക തർജ്ജമക്കാരെന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളികൾക്ക് സുഗ്രഹമാകത്തക്കവണ്ണം മലയാളികൾ തന്നെ ഒരുക്കിയ യോഗ നടപടി പുസ്തകം എന്ന് കാനോനകളെ വിശേഷിപ്പിക്കാം എന്ന് പറയുന്നത് സക്കറിയയാണ്. മലയാളികൾക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാകുന്ന വണ്ണം മലയാളികൾ തന്നെ ഒരുക്കിയ ഒരു യോഗ നടപടി പുസ്തകം എന്ന് നമുക്ക് കാനോനകളെ വിശേഷിപ്പിക്കാം. കുംഭസാരത്തെ കുറിച്ചുള്ള ഒരു പ്രതിപാദമാണ് 13-ാം കാനോനിയിൽ കാണാൻ കഴിയുക. പിന്നെ മലയാമ്പേച്ച എന്ന ഭാഷാ പരാമർശം പ്രയോഗിച്ചിരുന്ന ഗദ്യകൃതിയാണ് മലയാമ്പേച്ച എന്നുള്ള ഭാഷാ പരാമർശം പ്രയോഗിച്ചിട്ടുള്ള ഗദ്യകൃതിയാണ് ഉദയംപേരൂർ സുന്നഹദോസ്. അടുത്ത ഉദയംപേരൂർ സുന്നഹദോസിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയുന്നത്. അടുത്തത് സംക്ഷേപ വേദാർത്ഥമാണ്. ക്ലെമന്റ് പിയാനിയസിന്റെ സംക്ഷേപ വേദാർത്ഥം അച്ചടിയിലെത്തിയ പ്രഥമ മലയാള ഗ്രന്ഥമാണ്. അതായത് മലയാളത്തിൽ സമ്പൂർണമായിട്ടും മലയാള അക്ഷരമാലയിൽ സമ്പൂർണമായിട്ടും അച്ചടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ക്ലെമന്റ് പിയാനിയസ് ആണ് ഗ്രന്ഥകാരൻ. 1772 റോമിലെ ബഹുഭാഷാ പ്രസ്സിൽ ആണ് ഇത് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. 1128 അച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് സംക്ഷേപ വേദാർത്ഥം അച്ചടിച്ചിട്ടുള്ളത്. അതിൽ എത്ര അച്ചുകൾ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് ശ്രദ്ധിക്കണം. 1128 അച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് റോമിൽ വെച്ചിട്ടാണ് അത് അച്ചടിക്കുന്നത്. 1072 മലയാളത്തിൽ സമ്പൂർണ്ണ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കൃതി എവിടെ നിന്നാണ് അച്ചടിക്കപ്പെടുന്നത്? അത് റോമിൽ നിന്നാണ്. ചതുരവടിവിലുള്ള അക്ഷരങ്ങളാണ് ഈ സംക്ഷേപ വേദാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സംക്ഷേപ എന്ന് പറയുന്നത് ക്രൈസ്തവ മതതത്വങ്ങളും പ്രാർത്ഥനകളുമാണ്. ഇപ്പൊ ഇത് ഈ മിഷണറി സാഹിത്യത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ ക്രിസ്തു മതത്തിന് എത്രത്തോളം പാരമ്പര്യമുണ്ടോ അത്രത്തോളം പാരമ്പര്യം കേരളത്തിലെ ക്രൈസ്തവർക്കും അവകാശപ്പെടാനുണ്ടെങ്കിൽ കൂടിയും പുറത്തുനിന്ന് വന്ന പോർച്ചുഗലിലെയും ഇംഗ്ലണ്ടിലെയും ഒക്കെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്കും കത്തോലിക്ക മിഷണറിമാർക്കും ഒന്നും കേരളത്തിൽ അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ക്രൈസ്തവരെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ നാട്ടുനടപ്പുകളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവര് പാശ്ചാത്യ രീതിയിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഉദയംപേരൂർ സുന്നഹദോസും കൂനൻകുരിശ് കലാപങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇവിടുത്തെ ആളുകൾ പിന്തുടർന്ന് വന്നിരുന്ന ക്രൈസ്തവ രീതികളെ എതിർക്കുകയും പാശ്ചാത്യ രീതിയിലുള്ള ക്രൈസ്തവ മത ആചാരങ്ങൾ ഇവിടത്തെ നാട്ടുവാസികളായിട്ടുള്ള ക്രൈസ്തവരെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിപ്പിക്കുന്നതായിരുന്നു ഒരു രീതി. ഇവിടത്തെ എല്ലാം ഉദാത്തം എന്ന് പറയുകയും അവിടത്തെ പാശ്ചാത്യ രീതിയിലുള്ള കാര്യങ്ങളെ ഇതുപോലെ സംക്ഷേപ വേദാർത്ഥം, വേദതർക്കം പോലുള്ള കൃതികൾ ഇപ്പോ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു ചോദ്യോത്തര മാതൃകയിലൂടെയാണ് സംക്ഷേപ വേദാർത്ഥത്തിന്റെ ഒരു അവതരണം പറയുന്നത്. എങ്ങനെയാണ് ഈ സംക്ഷേപ വേദാർത്ഥം കൃതി എങ്ങനെയാണ്? ഒരു ഗുരു, ഒരു ശിഷ്യൻ, ഇത് രണ്ടുപേരും തമ്മിൽ ചോദ്യവും ഉത്തരവും പറയുന്ന രീതിയിലുള്ള ഒരു അങ്ങനെ ഒരു വ്യവഹാര മാതൃകയിലൂടെയാണ് സംക്ഷേപ വേദാർത്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ക്രൈസ്തവ മതതത്വങ്ങളും പ്രാർത്ഥനകളും പാശ്ചാത്യ കത്തോലിക്ക മതതത്വങ്ങളും ഒക്കെ കേരളത്തിലെ വേദാർത്ഥത്തിന്റെ സംക്ഷേപ ലക്ഷ്യം എന്ന് പറഞ്ഞത്, ഒരു രചനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതാണ്. വേദോപദേശം എന്ന വ്യവഹാര മാതൃക വേദാർത്ഥം ചോദ്യോത്തര മാതൃകതിനെ വിശേഷിപ്പിക്കുന്ന സംസാരം. മലയാളത്തിൽ ആദ്യം
കൃതിയാണ് സംക്ഷേപ വേദാർത്ഥം. അടുത്തത് മലബാറിക്കസ് ആണ്. ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറയുന്നത് കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഔഷധ സസ്യങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് ഹോർത്തസ് മലബാറിക്കസ്. പോളണ്ടിലെ ആംസ്റ്റർഡാമിലാണ് ഈ ഹോർത്തസ് മലബാറിക്കസ് പഠിക്കുന്നത്. ചേർത്തലക്കാരനായിട്ടുള്ള ഇ ടി അച്യുതനാണ് ഈ കൃതി അല്ലെങ്കിൽ ഹോർത്തസ് മലബാറിക്കസ് രചിക്കാൻ സഹായിക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നത്. ഹെൻറിച്ച് വാൻറീഡ് ആണ് ഈ കൃതി 1678 ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്നത്. ഹെൻറിച്ച് വാൻറീഡിന്റെ സഹായത്തോടെയാണ് 1678 ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. മണിലാലാണ് ഈ പുസ്തകവുമായിട്ട് ഹോർത്തസുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രബന്ധം രചിക്കുന്നത്. ഡോക്ടർ കെ മണിലാലിന്റെ ഗവേഷണ പ്രബന്ധത്തിന്റെ പേരാണ് ഹോർത്തസ് മലബാറിക്കസും ഇ.ടി. അച്യുതനും. പിന്നെ കേരളാരാമം എന്നുകൂടി പേരുള്ള ഒരു കൃതി മലബാറിക്കസ്. പിന്നെ മലയാള ലിപി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടു സമ്പൂർണമായിട്ട് മലയാള അക്ഷരത്തിൽ അച്ചടിക്കപ്പെട്ട കൃതി സംക്ഷേപ വേദാർത്ഥമാകുമ്പോൾ മലയാള ലിപി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ഗ്രന്ഥം ഹോർത്തസ് മലബാറിക്കസ് ആണെന്നുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള അടുത്ത മിഷണറി ഗദ്യകൃതികൾ പറയുന്നത് 1768 കരിയാറ്റിൻ ഔസേപ്പ് കത്തനാർ രചിച്ച വേദതർക്കമാണിത്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു വേദങ്ങൾ ക്രിസ്ത്യൻ മതതത്വങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുവും ശിഷ്യനും കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതൃകയിൽ രചിക്കപ്പെട്ട കൃതി തന്നെയാണ്. കരിയാറ്റിൻ ഔസേപ്പ് കത്തനാരാണ് വേദതർക്കം രചിച്ചിരിക്കുന്നത്. 1780 രചിച്ചത്. പിന്നെ 1824 കേരളത്തിൽ അച്ചടിച്ച നമ്മളിപ്പോ ആദ്യത്തെ മലയാള കൃതി റോമിലാണ് അച്ചടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച മലയാള പുസ്തകം 1824 ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കൃതി എന്നാണ്. ആ കൃതിയുടെ പേരിങ്ങനെയാണ്, ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കൃതി എന്നാണ്. പിന്നെ ഹെർമൻ ഗുണ്ടർട്ടിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നോക്കി വെക്കണം. മലയാള നിഘണ്ടു 1872 അദ്ദേഹത്തിന്റെ മലയാള നിഘണ്ടു. പിന്നെ മലയാള വ്യാകരണം, കേരളോൽപ്പത്തി, സഞ്ചാരിയുടെ പാഠമാല, പഴഞ്ചൊൽമാല, വജ്രസൂചി, കേരള പഴമ, ഇതൊക്കെ ഹെർമൻ ഗുണ്ടർട്ടിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ്. പിന്നെ ആർച്ച് ഡീക്കൻ ഘോഷിയുടെ ഒരു കൃതിയാണ് പരദേശിയുടെ മോക്ഷയാത്ര. ജോർജ് മാത്തിന്റെ കൃതികളാണ് മലയാഴ്മയുടെ വ്യാകരണം, ബാലഭ്യാസനം, സത്യവാദ കേടകം മുതലായിട്ടുള്ള കൃതികൾ ജോർജ് മാത്തിന്റെ ആണ്. അത് ജോർജ് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. മലയാഴ്മയുടെ വ്യാകരണം, ബാലഭ്യാസനം, സത്യവാദ കേടകം ഇതൊക്കെ ജോർജ് മാത്തിന്റെ കൃതികളാണ്. ഇനി അടുത്തത് മാപ്പിളപ്പാട്ടുകളാണ്. മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് മാപ്പിള എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരുടെ ഇടയിലും ഈ മാപ്പിള എന്നുള്ള പ്രയോഗം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജാമാതാവ്, മരുമകൻ, സംബന്ധക്കാരൻ എന്ന അർത്ഥത്തിലൊക്കെ മാപ്പിള എന്നുള്ള പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അറബി മലയാളത്തിൽ എഴുതപ്പെട്ട കൃതികളാണ് മാപ്പിള സാഹിത്യം. അതിൽ പ്രധാന പാട്ടുകളുടെ വൃത്തരീതി ഇഷ്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. വൃത്തം അങ്ങനെയും. പിന്നെ അതേപോലെ അതിന്റെ അലങ്കാരം, നമ്മുടെ പാട്ട് സാഹിത്യത്തിൽ നമ്മള് ദ്വിതീയാക്ഷരപ്രാസം, ആദ്യാക്ഷരപ്രാസം അങ്ങനെ പറഞ്ഞിട്ടുള്ള അലങ്കാരങ്ങൾ പഠിക്കുമല്ലോ. അതേപോലെ മാപ്പിളപ്പാട്ടിലുള്ള അലങ്കാരങ്ങള് 4 വിധമാണ്. കമ്പി, കഴുത്ത്, കമ്പി, ബാൽ എന്നിങ്ങനെയാണ്. കമ്പി എന്ന് പറയുന്നത് പാട്ടുപ്രസ്ഥാനത്തിലെ മോനയ്ക്ക് തുല്യമായിട്ടുള്ളതാണ്. ഓരോ പാദത്തിലും ഇപ്പോ ആദ്യത്തെ അക്ഷരം ഒന്ന് തന്നെ ആകുന്നതിനെയാണ് കമ്പി എന്ന് പറയുന്നത്. കഴുത്ത് എന്ന് പറയുന്നത് ദ്വിതീയാക്ഷരപ്രാസമാണ്, അല്ലെങ്കിൽ എതുക. അതായത് ആദ്യത്തെ പാദത്തിലെ 2ാം അക്ഷരം എന്താണോ അത് 3 പാദങ്ങളിലും ഒരേപോലെ ആവുന്നത്. 2ാം അക്ഷരം 3 പാദങ്ങൾ എല്ലാ 4 വരികളിലും ഒരേപോലെ ആവുന്നതിനെയാണ്
കഴുത്ത് എന്ന് പറയുന്നത്. വാൽക്കമ്പി എന്ന് പറയുന്നത് അന്ത്യാക്ഷര പ്രാസാണ്. ഏറ്റവും അവസാനത്തെ അക്ഷരം ഒരുപോലെ വരുന്നതാണ്. വാലുമ്മൽ കമ്പി എന്ന് പറഞ്ഞാൽ അന്താദിപ്രാസാണ്. അതായത് അന്താദിപ്രാസം എന്ന് പറയുമ്പോൾ ഒരു വരിയിലെ അവസാനത്തെ വാക്ക് എന്താണോ ആ വാക്ക് തൊട്ടടുത്ത വരിയിലെ ആ വാക്ക് തൊട്ടടുത്ത വരിയിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത വരിയിലെ ആദ്യത്തെ വാക്കായിട്ട് ആവർത്തിക്കുന്നു. അന്ത ആദി. ഒരു വരിയിലെ അവസാനത്തെ വാക്ക് തൊട്ടടുത്ത വരിയിലെ ആദ്യം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. മറ്റേതൊക്കെ അക്ഷരങ്ങൾ ആവർത്തിക്കുമ്പോൾ വാലുമ്മൽ കമ്പി അന്താദിപ്രാസാണ്, വാക്കാണ് അതിൽ ആവർത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അടുത്തത് മാപ്പിളപ്പാട്ടുകള് പലതരത്തിലുണ്ട്. കല്യാണപ്പാട്ടുകൾ, മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, കിസപ്പാട്ടുകൾ, പാട്ടുകൾ, സർക്യൂട്ട് കത്തു പലതരത്തിൽ പാട്ടുകൾ എന്ന് പറയുന്നത് വിശുദ്ധന്മാരെ കുറിച്ചും മതാചാര്യന്മാരെ കുറിച്ചും പ്രകീർത്തിച്ച് പാടുന്നതിനെയാണ് എന്ന് പറയുമ്പോൾ തന്നെ യുദ്ധം ആലോചിക്കണം. അപ്പോൾ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ന്മാരുടെയും ചരിത്ര കഥയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ്. ചെസ്സുപാട്ടുകൾ എന്നാൽ ശൃംഗാരം അഥവാ ാണ്. പറയുന്നത് യാത്ര പോകുന്ന ആ സമയങ്ങൾ വർണ്ണിക്കുന്നത് ആദ്യ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രധാനമായിട്ടും മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് മാപ്പിളപ്പാട്ട് കൃതികൾ പറയാം. മുഹീദ്ദീൻ മാലയാണ്. ഗാസി മുഹമ്മദ് രചിച്ച കൃതിയാണ് മുഹീദ്ദീൻ മാല. കണ്ടിലെ ആദ്യത്തെ മുഹീദ്ദീൻ മാല ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ആക്ച്വലി മുഹീദ്ദീൻ മായിട്ടുള്ള ആദ്യത്തെ മാപ്പിളപ്പാട്ടാണ് മുഹീദ്ദീൻ മാല. മുഹീദ്ദീൻ മാല ആരെ പ്രകീർത്തിച്ച് പാടുന്നതാണ്? മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മുസ്ലിയാറാണ് കപ്പപ്പാട്ട് രചിച്ചിട്ടുള്ളത്. സാമൂതിരിയുടെ ഒക്കെ ഒരു സുഹൃത്തായിട്ടുള്ള മങ്ങാട്ട് അച്ഛന്റെ ഒക്കെ സുഹൃത്തായിട്ടുള്ള ആളാണ് കുഞ്ഞായി മുസ്ലിയാർ. അദ്ദേഹത്തിന്റെയാണ് കപ്പപ്പാട്ട്. കപ്പലിനെ മനുഷ്യ ശരീരത്തോട് ഉപമിക്കുന്ന പാട്ടാണ് കപ്പപ്പാട്ട്. കപ്പൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അറബി വാക്കാണ് സഫീന. കപ്പൽ എന്നതിന്റെ അറബി വാക്കാണ് സഫീന. അപ്പൊ മാപ്പിളപ്പാട്ടിന് സഫീന എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. അടുത്തത് സഫലമാലയാണ്. ഷുജായി മൊയ്തു മുസ്ലിയാറാണ് സഫലമാല രചിച്ചത്. പ്രവാചകന്മാരുടെ ചരിത്രം വർണ്ണിക്കുന്ന കൃതിയാണ് സഫലമാല. അടുത്തത് സഗോം പടപ്പാട്ട്. 1844 ഇത് രചിച്ചത്. ഉമർ ആലിം ലബ്ബ ആണിത് രചിച്ചത്. ഇറാഖിലെ രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ് സഗോം പടപ്പാട്ടിന്റെ പ്രതിപാദ്യ വിഷയം. പിന്നെ മോയിൻകുട്ടി വൈദ്യരുടെ കൃതിയാണ് ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ. രചിച്ചത് മോയിൻകുട്ടി വൈദ്യരാണ്. പുലിക്കോട്ടിൽ ഹൈദരാണ് മാപ്പിളപ്പാട്ടിലെ പച്ചമലയാളക്കാരൻ എന്നറിയപ്പെടുന്നത് പുലിക്കോട്ടിൽ ഹൈദറാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മാപ്പിളപ്പാട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മാപ്പിളപ്പാട്ടുമായിട്ട് MN കാരശ്ശേരിയുടെ പുസ്തകങ്ങളും അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ കുറെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വിശദമായിട്ട് തന്നെ പറയണം. 9 മണിയായി. ഏകദേശം PDF-ലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. PDF രണ്ടും ഗ്രൂപ്പിൽ ഇട്ടുതരാം. കുറച്ചുകൂടി എക്സ്ട്രാ ചോദ്യങ്ങൾ ഇപ്പൊ ഇതിൽ പറഞ്ഞ ചോദ്യങ്ങളും PYQ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഗ്രൂപ്പിൽ ഇടുമല്ലോ, അതുപോലെ അതിൽ ഇപ്പൊ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ ഇടാം. അതുപോലെ ഇതിൽ പറയാതെ പോയ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഇട്ടുതരാം. അപ്പൊ ഉത്തരം തെറ്റിയാലും ഉത്തരം അപ്പൊ തന്നെ നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുമല്ലോ. ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ